ഇരട്ട വോട്ട് ആരോപണം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്, ശക്തിപ്പെടുകയാണ്. തൃശൂരിലെ വോട്ടിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ആരോപണങ്ങളുടെ തുടർച്ചയായി ഇപ്പോഴത്തെ പുതിയൊരു വിവരം വരികയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട്. സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും തൃശൂരിലും വോട്ടുണ്ട്. കൊല്ലത്തെ കുടുംബ വീടായ ലക്ഷ്മി നിവാസിന്റെ പേരിലാണ് കൊല്ലത്ത് വോട്ടുള്ളത്. ഇതേ ആൾക്ക് തന്നെ സുരേഷ് ഗോപിയുടെ സഹോദരനായ സുഭാഷ് ഗോപിക്ക് തൃശൂരിലും വോട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കണ്ണൻ നേരത്തിരുന്നു. കണ്ണൻ, രണ്ടിടത്തെ പട്ടികയുടെയും വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടിടത്തും വോട്ടുണ്ട്. അപ്പോൾ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്ന പുതിയ വിവരമാണിത്. തീർച്ചയായും ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്ന ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വീടിന്റെ പേരിലാണ് തൃശ്ശൂരിൽ ഈ വ്യക്തിക്ക് വോട്ടുള്ളത്. അതിന് സമാനമായി ലക്ഷ്മി നിവാസ് എന്ന് പറയുന്ന അവരുടെ കുടുംബ വീടിന്റെ പേരിലാണ് ഇപ്പോൾ കൊല്ലത്ത് വോട്ടുള്ളത്. കൊല്ലത്ത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 1116 നമ്പർ ആണ് ഈ സുഭാഷ് ഗോപിയുടെ വോട്ട്. അതുപോലെ തന്നെ 1114 അദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിന്റെയും വോട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇരുവരും ഇവിടെ വോട്ട് ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് ഈ സംഭവത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ വോട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ലായിരുന്നു, മൗനമായിരുന്നു എല്ലാ ചോദ്യത്തോടുള്ള മറുപടി. നേരത്തെ പുറത്തുവന്ന വിവരങ്ങളിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തൃശ്ശൂരിൽ വോട്ട് ചേർത്തു. അക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ തന്നെ സഹോദരനും ഭാര്യയും രണ്ടിടത്തും വോട്ട് ചേർത്തിരുന്നു എന്ന് പറയുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് കുറെ കൂടി ഗൗരവം കൈവരികയാണ്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ടുണ്ട് എന്ന സുപ്രധാനമായ വിവരമാണ് കണ്ണൻ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൻ, കൊല്ലത്തെ വോട്ടർ പട്ടികയും തൃശ്ശൂരിലെ വോട്ടർ പട്ടികയും പുറത്തു വന്നതിന് പിന്നാലെ സുഭാഷ് ഗോപിയുടെ പ്രതികരണം തേടിയിരുന്നു. അയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? എവിടെയൊക്കെ വോട്ട് ചെയ്തു എന്ന കാര്യത്തിൽ ഈ രണ്ടിടത്തും വോട്ട് ചെയ്തോ അതോ തൃശ്ശൂരിൽ മാത്രമാണോ വോട്ട് ചെയ്ത അക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണമുണ്ടോ? ഈ കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. സുഭാഷ് ഗോപിയെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടില്ല. ഇരവിപുരം മണ്ഡലത്തിൽ നിയമസഭാ ഇരവിപുരം മണ്ഡലത്തിൽ 1114 നമ്പറായിട്ടാണ് അദ്ദേഹത്തിന്റെ വോട്ടുള്ളത്. വിജ്ഞാന ഭവൻ ബൂത്ത്, അതായത് 84 നമ്പർ ബൂത്താണ്. ഇരവിപുരം മണ്ഡലത്തിലെ 84 നമ്പർ ബൂത്താണ് വിജ്ഞാന ഭവൻ. ആ ബൂത്തിലാണ് ഈ സുരേഷ് ഗോപിയുടെ സഹോദരനായിട്ടുള്ള സുഭാഷ് ഗോപിക്ക് വോട്ടുള്ളത്. സുഭാഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കൊല്ലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലത്തെ കുടുംബ വീടായിട്ടുള്ള ലക്ഷ്മി നിവാസിന്റെ പേരിലാണ് വോട്ട് ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷ്, അവരുടെ ക്രമ നമ്പർ 1114 അവർക്കും കൊല്ലത്ത് വോട്ടുണ്ട്. അവർക്കും തൃശ്ശൂരിൽ വോട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ വോട്ടർ പട്ടികയിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലും ഈ ഇരുവർക്കും വോട്ട് ഇരവിപുരം മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ഇരവിപുരം മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ആ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ടുണ്ട്. സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ട്. അതിന്റെ രേഖകളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ണൻ നായരാണ് ആ വിവരങ്ങൾ നൽകിയത്.